അപ്പൊ ഇന്ന് തലന്റെ കോട്ടയ്ക്ക് നിങ്ങൾ വരികയാണ് തോൽക്കാൻ വേണ്ടിയിട്ട്. എന്ത് രാജാവ്? രാജാവും കഴിഞ്ഞ 10-15 കൊല്ലായിട്ട് ആ കോട്ടന്റെ അടുത്ത് കൂടി ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടില്ല. പ്രാവശ്യം അങ്ങനെ 2008 അവിടെ വന്നിട്ട് നിങ്ങളൊന്ന് ജയിച്ചു പോയത് ചെപ്പോക്ക്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഈ പ്രാവശ്യം ജയിക്കുന്നത്. അവിടെ 8-9 കളിയാണ് നിങ്ങൾ ആകെ ജയിച്ച ഒറ്റ കളി, ബാക്കി 8 ഞങ്ങള്. ഇനി വേണ്ട മൊത്തത്തിൽ തൂക്ക എന്താ ഞങ്ങൾ 22 കളി ജയിച്ചപ്പോ നിങ്ങൾ എത്ര കളി ജയിച്ച്? 11. പകുതി പോലും വെറുതെ ഈ 22-11 പകുതി ഈ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന ഹൈപ്പ് എന്നല്ലാതെ CSKന്റെ മുമ്പിൽ RCB ഒന്നുമല്ല. അതാണ് ഈ 18ാമത്തെ കൊല്ലാണ്. ചരിത്രം മൊത്തം തിരുത്തി എഴുതും. അതാണ് ആ അതിനുള്ള വർഷമാണ്. ആകെ പറയാനുള്ളത് കഴിഞ്ഞ കൊല്ലത്തെ ആ ജയല്ലേ, മറ്റേ ഞങ്ങള് പുറത്തായി എന്ന് പറഞ്ഞിട്ട് മറ്റേ ധോണി കാലുകൊണ്ട് ചെയ്യാതെ കയറി പോയിന് കൈ കൊടുത്തില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ കുറെ ഉണ്ടാക്കി. അതൊന്ന് കാണിച്ചരാ ഇല്ലാത്ത കഥകൾ പടച്ചുവിട്ട കുറെ ആൾക്കാരുണ്ട്. ഇന്ന് ശരിയാക്കി തരാം. താലന്റ് കേട്ടാ. ഞങ്ങളെ കിങ്ങിനൊക്കെ എന്തെങ്കിലും പുഷ്പ കഴിഞ്ഞ കളിയിലൊക്കെ അടിച്ചു കണ്ടില്ലേ? എന്ത് കഴിഞ്ഞ കളിയല്ല ഈ കളി. നൂർ അഹമ്മദ് എന്ന് പറഞ്ഞ മുതലേ ഞങ്ങൾ എത്തുന്നുണ്ട്. അതാണ്ട് വരുമ്പോണ്ടാവും കിങ്ങൊക്കെ പരിങ്ങായിട്ട് പോകണം. നൂർ അഹമ്മദിനൊക്കെ കളിക്കാനുള്ള തന്ത്രങ്ങൾ ഞങ്ങൾ ഒരു ഇവിടെ ആരെടുത്തില്ല. അതാണ് അത് ചെപ്പോക്കിൽ വന്ന് എംഐക്ക് പറ്റുന്നില്ല. ഇങ്ങളമാർക്ക് ബാക്കിയുള്ളവർ ജയിച്ചോട്ടെ വെച്ചിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടാവോ? നിങ്ങളെ ഗ്രൗണ്ടിൽ നിങ്ങളെല്ലാവർക്കും വാരിക്കോരി കൊടുക്കാം. നിങ്ങളെ ഗ്രൗണ്ടില് 50% പോലും വിന്നിംഗ് പെർസെന്റ് വല്ലാത്തൊരവസ്ഥ. ഞങ്ങളല്ല, ഞങ്ങളെ സ്ട്രെങ്ത്തിനനുസരിച്ചുള്ള ഗ്രൗണ്ടും പിച്ചൊക്കെയാണ്. അപ്പൊ ഞങ്ങൾക്ക് നൂർ അഹമ്മദ് ഉണ്ട്, അശ്വിൻ ഉണ്ട്, പിന്നെ ജഡേജ ഉണ്ട്. നിങ്ങൾക്ക് പറയാൻ ഒരു മര്യാദക്ക് സ്പിന്നർ ഉണ്ടോ? കൃണാൽ പാണ്ഡ്യക്കാരോ? കൃണാൽ പാണ്ഡ്യ കഴിഞ്ഞ കളിയിൽ ഫോം അതെ, കഴിഞ്ഞ കളി മാത്രം. പിന്നെ ആ പഠിക്കൽ ഇറങ്ങും, പഠിക്കൽ കല മുടക്കാൻ എന്നല്ലാതെ ഫോമാകും. ഞാനൊരു കാര്യം പറയട്ടെ, ഞങ്ങൾ ഈ സ്പിന്നർമാരോട് കട പിടിക്കണോരപ്പം ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഇതൊക്കെ ആൾക്കാരാണ്. ഫുള്ള് വാരിക്കുഴി. അപ്പൊ ഏത് ബൗളർ ചെയ്താലും സ്പിന്നർ ചെയ്താലും അവിടെ സ്പിൻ ഉണ്ടാവും. എന്താ സ്ലോലി ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അതൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്താ കഴിഞ്ഞ പ്രാവശ്യം വിഘ്നേഷ് പുത്തൂരിന് കിട്ടിയിട്ടേക്കാറ്. മൂപ്പര് മാരിയോ സൂപ്പർ എയറാണ്, ചൈനാമൻ സ്പിന്നറാണ്. മൂപ്പരെ കപ്പാസിറ്റി കൊണ്ട് കിട്ടി. അതിന്റെ ഒന്നും 7 അയലത്തുള്ള ഒരാളും കഴിഞ്ഞ പ്രാവശ്യം ഒരു ബൗൺസ് എറിഞ്ഞ് അടുത്ത ബോൾ അങ്ങനത്തെ പരിപാടി ഇല്ല. സ്പീഡ് അറിയാം, പിന്നെ സ്ലോ അറിയാം. അതൊക്കെ അങ്ങനെ ശ്രദ്ധിക്കും. അതൊന്നും ഇവിടെ പിച്ചിന്റെ ഗുണം അനുസരിച്ച് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ലിയാൻ ലിവിങ്സ്റ്റൺ ഒക്കെ എപ്പോഴെങ്കിലും 2 അടിയാണ് IPL അടിച്ചത്. അയാൾ ഇംഗ്ലണ്ടിന് കളിച്ചോ പരിപാടിയാണ്. പക്ഷെ ഇവിടെ ഇംഗ്ലണ്ടിന്റെ കളിക്കാറില്ല ഇപ്പൊ നിങ്ങളെ വലിയ ആൾക്കാർ. ഫിൽ സാൾട്ട്, മറ്റേ ലിയാം ലിവിങ്സ്റ്റൺ, ഈ തിങ്ങളൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ അടിച്ചാലായി. മുംബൈയിൽ 5 കായിക്കാരെ കളിച്ചായതുകൊണ്ട് അയാൾ ഓസ്ട്രേലിയക്ക് വേണ്ടി അടിച്ചിരിക്കണേ. അല്ലാതെ IPL ഒന്നും കാട്ടിയിട്ടില്ല. അത് കണ്ടുകാണ്ട് മുംബൈക്കാരെടുത്ത് അത് ഫുൾ ഫ്ലോപ്പായി. എന്നിട്ട് തട്ടിയപ്പോ നിങ്ങൾ എടുത്തിക്കണേ. അതാണ് നിങ്ങളെ വരെ ഇവിടെ ഫോമാണ്. പിന്നെ ഫിൽസാൾട്ട് കഴിഞ്ഞല്ലോ ഫോമല്ലേ. പിച്ചില് പിന്നെ അടിക്കണോൽക്ക് വലിയ പ്രാധാന്യമൊന്നും ഇല്ലല്ലോ. അതാണ് ഫുള്ള് തിരിച്ചു. ഞങ്ങൾ രുദ്രാജിന്റെ ഇങ്ങനെ മുട്ടി 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 റണ്ണെടുക്കാം. രുദ്രാജ് എന്ത് മുട്ടലായിരുന്നല്ലേ പരിപാടിയല്ലേ. അവിടെ കളി എന്താന്ന് മനസ്സിലാക്കി വലിയ ബൗളിംഗേരൊക്കെ ഉണ്ട്, സമ്മതിച്ച. പക്ഷെ ഞങ്ങൾക്ക് ബാറ്റിംഗേരുണ്ട്. എന്ത് ബാറ്റിംഗ് ഇങ്ങനെ നിൽക്കും. കിങ് കഴിഞ്ഞ 17 കൊല്ലം ഉണ്ടായിരുന്നു മുമ്പിൽ കയറി പോവാൻ. ഫസ്റ്റ് ഇറങ്ങിയാൽ മുമ്പിൽ നിൽക്കും, അടിക്കും. മൂപ്പര് 50 സെഞ്ചുറി ഉണ്ടാവും. നിങ്ങളെ കൊണ്ട് പറ്റൂല എന്ന് സമ്മതിച്ചാൽ ചെപ്പോക്കിലൊന്നും ജയിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങളിപ്പോ ഞാൻ പറഞ്ഞുതരാം, ആ പട്ടിദാർ ചിലപ്പോൾ അടിച്ചാലടിച്ചു, സ്പിന്നർമാരടിച്ചാൽ പട്ടിദാറെ കൊണ്ട് പറ്റും, ഞങ്ങൾ സമ്മതിക്കും. ബാക്കിയുള്ളവരൊക്കെ കണക്ക് തന്നെയാണ് നിങ്ങളത്. ഇപ്പൊ ലിവിങ്സ്റ്റൺ ഒക്കെ അടിച്ചു നിങ്ങൾ വിചാരിച്ചത് അവിടെ അടിച്ച പോലെ ഒന്നും ഇവിടെ നടക്കൂല. ഓപ്പണിംഗ് ഇറങ്ങുമ്പോൾ ഇങ്ങനെയൊന്നും നമ്മൾ പ്രശ്നമാക്കണില്ല. കാരണം കിങ് 10-15 കൊല്ലം ഉണ്ടായിട്ട് നിങ്ങളൊന്നും കാട്ടിയിട്ടില്ല. അതൊന്നും ഇത് 18ാമത്തെ കൊല്ലാണ്. എല്ലാം മാറ്റി എഴുതാനുള്ള വർഷമാണ്. അതെ, എന്തേ അതോടുകൂടി നിങ്ങൾക്കെതിരെയുള്ള എല്ലാവിധ റെക്കോർഡുകളും ഞങ്ങൾ തകർത്ത് ഞങ്ങൾക്ക് ആ ഓപ്പണിംഗ് സീസണിൽ ജയിച്ചത് എന്ന് പറഞ്ഞാൽ ഈ കൊല്ലം ഞങ്ങൾ ശരിയാക്കി തരും. നിങ്ങൾക്ക് ഇപ്പൊ മാറ്റി ചെയ്തണ്ട, ഞങ്ങൾക്ക് മാറ്റണ്ട, ഞങ്ങൾ ഇതുവരെ എല്ലാം അങ്ങോട്ട് കൊണ്ടുപോകാണ്. ഞങ്ങളെ തല അവിടെ ഉണ്ട്. നിങ്ങൾ തോൽക്കല്ലോ നിങ്ങളേക്ക്. ഞങ്ങളെ തല അവിടെ ഉണ്ട്. തല എന്ന് പറഞ്ഞാൽ തല ഒരു 8ാമത് ഇങ്ങനെ വരും. ഞങ്ങൾക്ക് ആകെയുള്ള സാംഗറിന്റെ ഫോമിലല്ല എന്നുള്ളതാണ്. സാമിന് എങ്ങാനും മാറ്റി കഴിഞ്ഞാൽ ഇപ്പൊ ഓവർടൺ ഇറക്കണമെങ്കിൽ ഓക്കെ, അതല്ലെങ്കിൽ തല 7ാമത് ഇറങ്ങേണ്ടി വരും. അത് വേണ്ട. അതാണ് വേണ്ട, കളി ജയിപ്പിക്കാൻ തല ഫിനിഷറാണ്.
തല ഫിനിഷ് ചെയ്യാൻ വരും. ആ ഫിനിഷ് ചെയ്യാൻ തലനെ ഫുൾ പോലത്തെ സ്റ്റോപ്പ് ഇടാൻ ഈ കഴിയും. 43 വയസ്സിന്റെ അടി 43 വയസ്സായി ഇപ്പോഴും തലനെ പോലത്തെ ഒരു കീപ്പർ പറഞ്ഞു. കഴിഞ്ഞ കളിയിൽ കീപ്പറിന്റെ കാര്യത്തിൽ നമുക്ക് സംശയം. കളി ഫിനിഷ് ചെയ്യേണ്ട ആവശ്യം വന്നാൽ മൂപ്പർ ഇറങ്ങും. 4 ബോൾ കിട്ടിയാൽ മതി. 25 റണ്ണാണെങ്കിലും മൂപ്പർ 4 ഗോൾ എടുക്കും. കാരണം മൂപ്പരെ കണ്ട് ബേജാറായിട്ട് വൈഡ് എറിയും. ബാക്കി 4 സിക്സ് കൊടുക്കും. തലവിടെ നിന്നാൽ തന്നെ ബാക്കിയുള്ളവർക്ക് പേടിയാണ്. തല ഇന്ന് നിങ്ങൾ എഴുതി വെച്ചോളി, നിങ്ങളെ കിങ്ങും ടീമും അവിടെ തോറ്റ് തുന്നാൻ പാടിട്ട് പോകും.